ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് 4ാം ക്ലാസ്സിൻ്റെ മലയാളം വിഷയത്തിൽ വരുന്ന 6ാമത്തെ യൂണിറ്റ് ആണ്. നമ്മൾ 5ാമത്തെ യൂണിറ്റ് മുഴുവനായിട്ടും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാ പാഠഭാഗങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയിട്ട് സ്റ്റാൻഡേർഡ് ഫോർ മലയാളം നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ 6ാമത്തെ യൂണിറ്റ് നോക്കാം. നമ്മുടെ യൂണിറ്റിൻ്റെ പേര് പിന്നിട്ട പാതകൾ എന്നാണ്. നിങ്ങൾക്കിവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ. ഇവിടെ എഴുത്തിൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അതായത് ആദ്യത്തെ ചിത്രം നോക്കിക്കേ, പണ്ട് കാലത്തുള്ള ആൾക്കാർ എങ്ങനെയായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്? ഇന്നത്തെ പോലെ പേപ്പറും പെന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ ആൾക്കാർ എഴുതിയിരുന്നത് കല്ലിൽ തറിച്ചും മരത്തിൽ ഒക്കെ തറിച്ച് കൊണ്ടായിരുന്നു, കൊത്തിയായിരുന്നു അതിൽ എഴുതിയിരുന്നത്. പിന്നെ കാലം മാറി ഒന്നുകൂടി വളർന്നു. മാറിയിട്ട് അവർ താലിയോലകളിൽ എഴുതാൻ പഠിച്ചു. നിങ്ങൾക്ക് 2ാമത്തെ ചിത്രത്തിൽ കൈകളിൽ പിടിച്ചിട്ടുള്ളതാണ് താലിയോലകൾ എന്ന് പറയുന്നത്. പിന്നീട് 3ാമത്തെ സ്റ്റേജ് ആയിരുന്നു പേപ്പറും പെന്നും വന്നു. അങ്ങനെ കുറച്ചുകൂടി എഴുത്തും വായനയൊക്കെ എളുപ്പമായി ആ ഒരു സ്റ്റേജിൽ. പിന്നെ അത് ഒന്നുകൂടി വളർന്നു. ഇന്നത്തെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ ടൈപ്പ് ചെയ്യാനെത്തി. അത് കുറച്ചുകൂടി വേഗതയും എളുപ്പവുമാണല്ലോ എഴുതാൻ വേണ്ടിയിട്ട്. അങ്ങനെ എഴുത്തിൻ്റെ വികസനമാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. ഇങ്ങനെ കാലം മാറിയതുപോലെ എഴുത്തും വായനയൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറും തോറും എഴുത്തും അതിൻ്റെ രീതികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ട് പരിഷ്കരിച്ച് വരികയാണ്. അതാണ് നിങ്ങൾക്കിവിടെ ആദ്യത്തെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഈ നെക്സ്റ്റ് പേജ് എടുത്തേ. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്ത ഇന്ത്യൻ ഭാഷകളിലായിട്ട്, അതായത് തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ആദ്യം തമിഴാണ്. ഇന്ത്യ എന്നതു നാടു, എന്നതു സ്വന്ത നാടു. ഇന്ത്യ എന്നതു ഉയിരിനും, ഉയരാന നാടു, ഉയരാന നാടു. സോ ഇന്ത്യ എന്ന ഭാരതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇനി ഇത് കന്നഡയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. ഇത് 3 വരികളിലും ഒരേ ആശയം തന്നെയാണ് പറയുന്നത്. അതായത് വ്യത്യസ്ത ഭാഷകളിലായിട്ട് ഒരേ ആശയമാണ് നമ്മോട് വ്യക്തമാക്കുന്നത്. 3 ഭാഷകളും ദേശത്തിനോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഓരോന്നിൻ്റെയും ഭാഷാ ശൈലിയും പദപ്രയോഗമൊക്കെ വ്യത്യസ്തമാണ്. താഴെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഭാഷയുടെ കാര്യത്തിലുള്ള വൈവിധ്യം കണ്ടല്ലോ. നമ്മൾ പറഞ്ഞു വ്യത്യസ്ത ഭാഷകളിലായിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഒരേ കാര്യം, നമ്മുടെ ഇന്ത്യയോടുള്ള സ്നേഹം, ഭാരതം ഒന്നാണെന്നുള്ള ഒരു സന്ദേശമാണ് ഈ 3 വ്യത്യസ്ത ഭാഷകളിലായിട്ട് പറയുന്നത്. അതായത് ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും ഒരേ ആശയമാണ് പങ്കുവെക്കുന്നത്. ചിത്രത്തിലെ കുട്ടികളുടെ വേഷത്തെക്കുറിച്ച് എന്തു മനസ്സിലാക്കാൻ കഴിയും? നിങ്ങൾക്കിവിടെ മുകളിൽ ഒരു കുട്ടികൾ കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ ചിത്രത്തിൽ ശ്രദ്ധിച്ച് നോക്കിക്കുക, ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ എല്ലാവരും പല പല വേഷങ്ങളിലായിട്ടാണുള്ളത്. ചിലർ നല്ല പാൻറ്റും കുപ്പായും പാവാടയും കുപ്പായും ധരിച്ചിട്ടുണ്ട്. ചിലർ ബ്ലൗസും മുണ്ടും ധരിച്ചിട്ടുണ്ട്. തുണിയും കുപ്പായം ധരിച്ചിട്ടുണ്ട്. അങ്ങനെ പല പല വേഷങ്ങൾ, ധാവണി ധരിച്ചിട്ടുണ്ട്, പല ചുരിദാർ, അങ്ങനെ പല വേഷങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ചിത്രത്തിലെ കുട്ടികൾ ഓരോരുത്തരും വ്യത്യസ്ത വേഷങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. ചിലർ പരമ്പരാഗത വസ്ത്രവും ചിലർ സാധാരണ ദിനവേഷവും ധരിച്ചിരിക്കുന്നു. ഇത് അവർ വിവിധ പ്രദേശങ്ങളിലെയും സംസ്കാരങ്ങളിലെയും ആളുകളാണെന്ന് കാണിക്കുന്നു. വേഷത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരും കൈകോർത്ത് സന്തോഷത്തോടെ നിൽക്കുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്, വ്യത്യാസങ്ങൾ ഉണ്ടായാലും എല്ലാവരും ഐക്യത്തോടെ സൗഹൃദത്തോടെ ജീവിക്കണമെന്ന സന്ദേശമാണ്. പല പ്രദേശങ്ങളിൽ നിന്നും പല സംസ്കാരങ്ങളിൽ നിന്നും വന്ന കുട്ടികൾ കൈകോർത്ത് പിടിച്ച് ഒന്നിച്ചാണ് നിൽക്കുന്നത് അല്ലേ. ഇവിടെ ഒരു ഐക്യം, ഒത്തൊരുമയാണ് കാണിക്കുന്നത്. ഈ ചോദ്യം എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ലോ. നമുക്കിനി നെക്സ്റ്റ് പേജ് എടുക്കാം. ജീവനായ നാട്. സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും ഉയർത്തിപ്പിടിക്കുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ.
ഈ ആശയം കഥയിലും കവിതയിലും മറ്റും പല രീതികളിലും കടന്നു വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഒത്തൊരുമയുടെ പറ്റി, സാഹോദര്യത്തെ പറ്റി, ഐക്യത്തെ പറ്റിയൊക്കെയാണ് പഠിക്കാനുള്ളത്. അങ്ങനെയുള്ള ഒരു കവിത നിങ്ങൾക്കിവിടെ തന്നിട്ടുണ്ട്. കവിതയുടെ പേര് ഒറ്റപ്പൂങ്കാവിൽ എന്നാണ്. ഇവിടെ തലക്കെട്ട് ഒറ്റപ്പൂങ്കാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂങ്കാവ് എന്ന് പറയുന്നത് തോട്ടമാണ്, പൂന്തോട്ടമാണ്. ഒറ്റപ്പൂങ്കാവിൽ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടത്തിൽ പല വ്യത്യസ്തതയിലുള്ള വ്യത്യാസങ്ങളുള്ള പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും അല്ലേ? എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റപ്പൂങ്കാവിൽ എന്ന തലക്കെട്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ഐക്യം, ഈ ഒരു സാഹോദര്യം മനസ്സിലാക്കാം. സോ ഈ ഒരു കവിതയിലെ വരികൾ നമുക്ക് വായിച്ചു നോക്കാം. ഒരു പൂങ്കാവിലുണ്ടനേകം പൂവുകൾ, ഒരുപാടന്തരം അവയ്ക്കോരോന്നിനും. മണത്തിൽ വ്യത്യാസം, നിറത്തിൽ വ്യത്യാസം, മധുവിലും കാണാം പെരുത്തു വ്യത്യാസം. കുട്ടികളെ, ഈ വരിയിൽ എന്താണ് പറയുന്നത്? കവി നമ്മളോട് പറയാണ്, ഒരു പൂങ്കാവിലുണ്ട് അനേകം പൂവുകൾ. ഒരു പൂന്തോട്ടത്തിൽ, ഒരു ഗാർഡനിൽ ഒരുപാട് പൂവുകൾ ഉണ്ടാവില്ലേ? ഒരുപാട് പൂവുകൾ ഉണ്ടാവും അല്ലേ? ഒരുപാട് അന്തരം അവയ്ക്ക് ഓരോന്നിനും. എന്നാൽ അതിലെ ഓരോ പൂക്കൾക്കും ഒരുപാട് അന്തരമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്തിലൊക്കെയാണ് വ്യത്യാസമുള്ളത്? മണത്തിൽ വ്യത്യാസം. അവരുടെ ഓരോ പൂവിൻ്റെ മണവും വ്യത്യാസമായിരിക്കും. റോസിൻ്റെ മണമായിരിക്കില്ല മുല്ലയ്ക്കുണ്ടാവുക. ചെമ്പരത്തിക്ക് മറ്റൊരു മണമായിരിക്കും, ചെട്ടിക്ക് മറ്റൊരു മണമായിരിക്കും. അങ്ങനെ ഒരു പൂന്തോട്ടത്തിലുള്ള വ്യത്യസ്ത പൂക്കൾക്ക് വ്യത്യസ്ത മണമായിരിക്കും. മണത്തിൽ മാത്രമാണോ? അല്ല, നിറത്തിലുമുണ്ട് വ്യത്യാസം. മുല്ല വെള്ളയാണെങ്കിൽ ചെമ്പരത്തി ചുവപ്പാണല്ലേ? പിന്നെയോ ചെട്ടി ഓറഞ്ചാണ്. അങ്ങനെ പല പല നിറത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലായിട്ടാണ് ഒരു പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടാവുന്നത്. പിന്നെയോ മധുവിലും കാണാം. മധുവിലും കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ തേന്, അതായത് അതൊക്കെ ഓരോ പൂവിൻ്റെയും രുചിയിലും ഗുണത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പെരുത്ത് വ്യത്യാസം. അങ്ങനെ ഒരുപാട് വലിയ വ്യത്യാസങ്ങളാണ് ഓരോ പൂക്കൾ തമ്മിലും ഉള്ളത്. ഈ പൂക്കളെല്ലാം പല പല വ്യത്യസ്തതയിലുള്ള പൂക്കളെല്ലാം ഒരുമിച്ച് ഒരു പൂന്തോട്ടത്തിലാണ് കഴിയുന്നത്. ഈ 4 വരികളും എല്ലാ കുട്ടികൾക്കും മനസ്സിലായില്ലേ? ഒരു സംശയമില്ലല്ലോ. നമുക്കിനി അടുത്ത 4 വരിയിലേക്ക് നോക്കാം. ഇവയെല്ലാം ഉണ്ടെന്നിരുന്നാലും നാട്ടിൽ ഇവയ്ക്കു മൊത്തത്തിൽ ഒരൊറ്റ പേർ പുഷ്പം. ഇതേ വിധം തന്നെ കഴിയുന്നു നമ്മൾ, ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ. ഇങ്ങനെ പല വ്യത്യസ്ത നിറമായാലും മണമായാലും ഒക്കെ എന്താണ്, ഇവർക്കൊക്കെ നാട്ടിൽ ഒരൊറ്റ പേരേ ഉള്ളൂ. എന്താണ്? പുഷ്പം. നമ്മൾ എന്താണ് എല്ലാ പൂക്കളെയും പുഷ്പം എന്നാണ് വിളിക്കുന്നത്. എല്ലാ പൂക്കളും ഉൾക്കൊള്ളുന്ന പൊതു പേരാണ്, ഒരു പൊതു പേരിൻ്റെ പ്രതീകമാണ് പുഷ്പം എന്നുള്ളത്. സോ പല വ്യത്യസ്തതയിലുള്ള നിറമാവട്ടെ, കാണാൻ പല രീതിയിലാവട്ടെ, എന്താണ്, നമ്മൾ എല്ലാവരെയും ഒറ്റ പേരിലാണ് വിളിക്കുന്നത്, പുഷ്പം എന്ന്. ഇനി അടുത്ത വരി നോക്കാം. ഇതേ വിധം തന്നെ കഴിയുന്നു നമ്മൾ, ഇവിടെ നമ്മൾക്കും ഒരു പേർ മാനവർ. ഇല്ലേ? ഇതേപോലെയാണ് നമ്മൾ മനുഷ്യരും ഇവിടെ കഴിയുന്നത്. നമ്മൾക്ക് പല പേരുകളാണ്, പല രൂപങ്ങളാണ് നമ്മളെ കാണാൻ. പല വ്യത്യസ്തമുള്ള കഴിവുകളുള്ളവരാണ്. പല പ്രദേശത്ത്, പല നാടുകളിൽ, പല രീതികളിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നമുക്കും ഒരൊറ്റ പേരാണ് മാനവർ, മനുഷ്യർ. അല്ലേ? നമ്മളും എല്ലാവരെയും ഒരു കൂട്ടായ്മയാണ്, നമ്മുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് മനുഷ്യർ എന്ന്. പല കോലത്തിലോ പല ഭാവത്തിലോ പല രീതിയിലോ ആവട്ടെ, നമ്മളെല്ലാവരെയും വിളിക്കുന്നത് ഒരൊറ്റ പേരിലാണ്, മാനവർ, മനുഷ്യർ എന്ന പേരിലാണ്. ഇവിടെ നമ്മളെ പുഷ്പത്തോട്, പൂക്കളോട് മനുഷ്യരെ താരതമ്യം ചെയ്ത് കവി പറയാണ്. പൂക്കളെ പോലെ തന്നെയാണ് അവർ, പുഷ്പം എന്ന ഒറ്റ വാക്കാൽ വിളിക്കപ്പെടുന്നു. നമ്മളെല്ലാവരെയും മനുഷ്യർ എന്ന ഒറ്റ വാക്കാൽ വിളിക്കപ്പെടുന്നു. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഈ ഒരു ആദ്യത്തെ പേജിലെ കവിതയിലെ ആശയം കൃത്യമായിട്ട് മനസ്സിലായല്ലോ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണേ. പല മതക്കാരും പല ജാതിക്കാരും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും പലരുമെങ്കിലും മനുഷ്യരാണ് നാം. നമ്മൾ എന്താണ്? പല മതത്തിലുള്ള ആൾക്കാരാണ്, പല ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്, പല നിറത്തിൽ, വെളുപ്പും കറുപ്പും കലർന്ന പല പല നിറത്തിലുള്ള ആൾക്കാരാണ്, പല തരക്കാരാണ്.
പല പല ദേശങ്ങളിൽ, വ്യത്യസ്ത ദേശങ്ങളിലുള്ള നാടുകളിലുള്ള ആൾക്കാരാണ്. പല ഭാഷകൾ സംസാരിക്കുന്ന, ഭാഷാ ശൈലിയിലും ഭാഷകളിലൊക്കെ ഒരുപാട് വ്യത്യസ്തതകളുള്ള മനുഷ്യരാണ് നാം. പക്ഷെങ്കിലോ എല്ലാവരെയും എന്താണ് വിളിക്കുന്നത്? മനുഷ്യർ എന്നാണ് വിളിക്കുന്നത്. പല വ്യത്യസ്ത ഭാഷകളിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ആൾക്കാരെ ഒരൊറ്റ വാക്കിലാണ് വിളിക്കപ്പെടുന്നത്. എന്താണ്? മനുഷ്യർ എന്ന്. ഇനി അവസാനത്തെ വരി നോക്കാം. നമുക്കുള്ളിലുണ്ടായിരിക്കണം സ്നേഹം, നമുക്കുണ്ടാകണം അകത്തു കാരുണ്യം, ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ചു ചിരിച്ചിടേണം നാമെല്ലാം. ഇവിടെ കവി നമ്മോട് പറയാണ്, നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം? സ്നേഹം ഉണ്ടാവണം. നമ്മൾ പരസ്പരം നമ്മുടെ ആൾക്കാരെ സ്നേഹിക്കണം. അതുമാത്രമല്ല, നമ്മുടെ മനസ്സിൽ കാരുണ്യം ഉണ്ടാവണം. നമ്മൾ ആൾക്കാരോട് ദയ, കാരുണ്യം എന്നിവയൊക്കെ കാണിക്കണം. ഓക്കെ, എന്താണ്? ഒരു തോട്ടത്തിലെ പല പൂക്കൾ പോലെ ഒരുമിച്ച് ചിരിച്ചിടണം നാമെല്ലാം. അതായത് നമ്മൾ പറഞ്ഞു, ഒരു തോട്ടത്തിൽ പല നിറത്തിലും പല കോലത്തിലുള്ള പൂക്കളാണ്. അവരെന്താണ്? ഒരുമിച്ച് ചിരിച്ചിട്ടാണ് ഒരു പൂന്തോട്ടത്തിൽ ജീവിക്കുന്നത്. അതേപോലെ നമ്മൾ മനുഷ്യരും പല നിറത്തിലോ പല കോലത്തിലോ വെളുപ്പോ കറുപ്പോ എന്തുമായിക്കോട്ടെ, നമ്മൾ മനുഷ്യരും ഐക്യത്തോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ, സാഹോദര്യത്തോടെ പരസ്പരം ഒന്നിച്ച് ജീവിക്കണമെന്നാണ് കവി നമ്മോട് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചെറിയ ഒറ്റപ്പൂങ്കാവിൽ എന്ന ചെറിയ കവിത ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇതാരാണ് എഴുതിയത്? P.T. അബ്ദുറഹ്മാൻ ആണ് എഴുതിയിട്ടുള്ളത്. വളരെ ലളിതമായ രീതിയിൽ, ലളിതമായ ഭാഷ ഉപയോഗിച്ചിട്ട്, എന്നാൽ വലിയൊരു ആശയം, നമ്മൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഒന്നായിട്ട് ഐക്യത്തോടെ ജീവിക്കണമെന്ന ആശയം പങ്കുവെക്കുന്ന ഒരു കവിതയാണിത്. എല്ലാവർക്കും ഈ കവിത ഇഷ്ടമായോ? നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. കുട്ടികളെ, നിങ്ങൾക്ക് ഇവിടെ താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ പ്രവർത്തനം, കവിത താളമിട്ട് ചൊല്ലൂ. സോ നിങ്ങൾ കുട്ടികളെ എല്ലാവരും കവിത നല്ല ഈണത്തിലും നല്ല താളത്തിലും ചൊല്ലി നോക്കുക. ഈ കവിതയുടെ താളത്തിന് എന്ത് പ്രത്യേകതയാണ് കണ്ടെത്താനായത്? അങ്ങനെ ചൊല്ലി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കവിതയ്ക്ക്, ഈ കവിതയുടെ താളത്തിന് എന്ത് പ്രത്യേകതയാണ് കണ്ടെത്താനായത്? ഈ കവിത ഒരേ ഒരു താളത്തിലാണല്ലേ പോകുന്നത്. പല പദങ്ങളും ആവർത്തിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു രസകരമായിട്ട് ചൊല്ലാൻ പറ്റിയിട്ടുള്ളൊരു കവിതയാണല്ലോ ഇത്. സോ നമുക്ക് എഴുതാം, ഈ കവിതയുടെ താളം ലളിതവും വായിക്കാൻ എളുപ്പവുമാണ്. വരികൾ ചെറിയതോ വലിയതോ നീളത്തിൽ വരുന്നു. ചില പദങ്ങൾ ആവർത്തിക്കുന്നു. ഉദാഹരണം, വ്യത്യാസം, മൊത്തത്തിൽ. ഇത് വായനക്കാർക്ക് പ്രകൃതി സ്വഭാവമുള്ള മധുരമായ താളം നൽകുന്നു. ഓരോ വരിയും ഉള്ളടക്കത്തോടും ചേർന്ന് വ്യത്യസ്ത പൂവുകളെയും മനുഷ്യരുടെയും വ്യത്യാസങ്ങളെയും ഒരുമയോടെ കാണിക്കുന്ന സന്ദേശം ശക്തമാക്കുന്നു. വരികളുടെ ഒഴുക്ക്, ആവർത്തനം എന്നിവ ചേർന്ന് കവിത വായിക്കാൻ, മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ സഹായിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണ്. ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഈ ആശയം കവിതയിൽ നിന്ന് കണ്ടെത്തൂ. ഇവിടെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത് മനുഷ്യരുടെ ജാതി മനുഷ്യത്വമാണെന്നാണ്. അതായത് ഏതെങ്കിലും മതമോ ജാതിയോ ഏതെങ്കിലും വ്യത്യാസമായാലും നമ്മളെല്ലാവരും എന്താണ്? മനുഷ്യരാണ്. ഈ ഒരു ആശയം നമുക്ക് കവിതയിലെ മൂന്നാമത്തെ പാരഗ്രാഫിൽ കാണാം. പല മതക്കാരും പല ജാതിക്കാരും പല നിറക്കാരും പല തരക്കാരും പല ദേശക്കാരും പല ഭാഷക്കാരും പലരുമെങ്കിലും മനുഷ്യരാണ് നാം. അതായത് പല ജാതിയോ പല മതമോ ആയിരിക്കോട്ടെ, നാം എല്ലാവരും മനുഷ്യരാണ്. സോ കവിതയിൽ ഈ ഒരു വരിയിലാണ് നമുക്ക് ശ്രീനാരായണ ഗുരു പറഞ്ഞ സന്ദേശത്തിൻ്റെ ആശയം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ചോദ്യം, വരികളെയും ചിത്രങ്ങളെയും ചേർത്ത് വായിക്കുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും? ഇവിടെ ചിത്രത്തിൽ നമുക്ക് എല്ലാവരും കൈ കോർത്ത് നിൽക്കുന്നത് കാണാം. അതുമാത്രമല്ല പല പല നിറങ്ങളിലുള്ള, പല രൂപത്തിലുള്ള, പല ആകൃതിയിലും വലുപ്പത്തിലും ഒക്കെയുള്ള പൂക്കൾ കാണാം അല്ലേ? മരത്തിലൊക്കെ നിറയെ ഒരുപാട് വർണ്ണങ്ങളിലുള്ള പൂക്കളുണ്ട്.
ഇതേപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെയാണ് നമ്മുടെ ഇന്ത്യയിലും അല്ല പല മതത്തിലുള്ളവരും പല ഭാഷയിലുള്ളവരും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇതേപോലെ കൈകോർത്ത് നിൽക്കുന്നത് പോലെ ഐക്യത്തോടെയാണ് നിൽക്കുന്നത്. ഇത് തന്നെയാണല്ലോ നമ്മുടെ കവിതയിലും പറയുന്നത്. പല മതക്കാരും ഭാഷകളിലും ഉണ്ടെങ്കിലും എല്ലാവരും മനുഷ്യരാണെന്നാണല്ലോ പറയുന്നത്. അതായത് ചിത്രത്തിലും വരികളിലുമൊക്കെ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പല മതമാവട്ടെ, പല ഭാഷയാവട്ടെ, പല നിറം പല രൂപമാവട്ടെ, എല്ലാവരും ഒന്നുപോലെയാണ്. നമ്മുടെ ഇന്ത്യയിലും അത് തന്നെയല്ലേ. എല്ലാവരും ഒരേപോലെ സൗഹൃദത്തോടെ, സാഹോദര്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെയാണ് ജീവിക്കുന്നത്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു കുറിപ്പായിട്ട് എഴുതാം. ഇന്ത്യ ഒരു വലിയ പൂങ്കാവിനെ പോലെയുള്ള രാജ്യമാണ്. ഒരു പൂങ്കാവിൽ പല നിറത്തിലും മണത്തിലുമുള്ള പൂക്കൾ ഉണ്ടെങ്കിലും അവയെല്ലാം പുഷ്പം എന്ന ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ പല മതക്കാരും ജാതിക്കാരും ഭാഷക്കാരും വേഷഭേദക്കാരുമായ ആളുകൾ ജീവിച്ചാലും നാം എല്ലാവരും മനുഷ്യരാണ്. ഈ വൈവിധ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം. ചിത്രങ്ങളിൽ ആളുകൾ കൈകോർത്ത് നിൽക്കുന്നത് പരസ്പര സ്നേഹവും കാരുണ്യവും ഐക്യവും സൂചിപ്പിക്കുന്നു. ഒരു തോട്ടത്തിലെ പൂക്കൾ പോലെ നമ്മളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്ന സന്ദേശമാണ് വരികളും ചിത്രങ്ങളും നൽകുന്നത്. ഇന്ത്യ വൈവിധ്യത്തിൽ ഏകത്വം പുലർത്തുന്ന സ്നേഹത്തിൻ്റെ നാടാണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു കവിത ഇവിടെയും അതിലെ ചോദ്യങ്ങളും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻ്റായിട്ട് പറയണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.